ഇസ്ലാഹ് എന്നത് ഓരോ പ്രവാചകന്മാരും നിർവഹിച്ച, അവർക്ക് കൂടി നിർവഹിക്കേണ്ടി വന്നിട്ടുള്ള അതിപ്രധാനമായ ഒരു ദൗത്യമാണ്. ഭൂമിയിലേക്ക് ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ അള്ളാഹു പറഞ്ഞയക്കുമ്പോൾ തന്നെ കൊടുത്തിരിക്കുന്ന നിർദ്ദേശമാണ് ഫഇമ്മാ യഅ്തിയന്നകും മിന്നീ ഹുദ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഈ ഭൂമിയിലെ ജീവിതത്തിൽ നിങ്ങളുടെ യഥാർത്ഥ തറവാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള വഴികൾ, അതിനുള്ള വഴിയടയാളങ്ങൾ യഥാസമയം നിങ്ങളിലേക്ക് വന്നു ചേരും. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് സങ്കടപ്പെടുവാനോ ഭയപ്പെടുവാനോ ആശങ്കപ്പെടുവാനോ ഇല്ല. സ്വർഗത്തിലേക്ക് അവർക്ക് തിരിച്ചെത്താം എന്നാണ് ആദം അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ മനുഷ്യരോടുമുള്ള അള്ളാഹുവിൻ്റെ വാഗ്ദാനം. ആ വാഗ്ദാനം വിവിധ കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാരിലൂടെ നിർവഹിച്ചതാണ്. എന്നാൽ ഓരോ പ്രവാചകന്മാരും നിർവഹിച്ചു പോന്നിരിക്കുന്ന പ്രബോധന ദൗത്യത്തിൻ്റെ പല ഘട്ടങ്ങളിലും അവർ തന്നെ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന സമൂഹത്തെ വീണ്ടും വീണ്ടും ശരിയായ പാന്താവിലേക്ക് വലിച്ച് കൊണ്ടുപോകേണ്ട സാഹചര്യങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളരെയേറെ പണിയെടുത്തിട്ടാണ് ബനൂ ഇസ്രായേൽ സമൂഹത്തിലെ കുറച്ചുപേരെയെങ്കിലും ഏകദൈവാരാധനയുടെ കീഴിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. എന്നാൽ മൂസാ നബിയിലൂടെ അദ്ദേഹം ഒരു പ്രവാചകനാണ് എന്ന് വളരെ കൃത്യമായി വ്യക്തമായി അവർക്ക് ബോധ്യപ്പെടുമാറ് ഒട്ടേറെ ദൃഷ്ടാന്തങ്ങളും അടയാളങ്ങളും പ്രമാണങ്ങളുമൊക്കെ അദ്ദേഹത്തിലൂടെ പ്രകടമായിട്ടും അവരുടെ കൺമുമ്പിൽ തന്നെ അങ്ങനെയുള്ള ഒട്ടേറെ അത്ഭുതങ്ങൾ അവർക്ക് ബോധ്യമായിട്ടും പിന്നെയും അള്ളാഹുവിനെ വിട്ട് മറ്റുള്ളവരെ സ്വീകരിക്കുന്നിടത്തേക്കാണ് അവർ തങ്ങളുടെ ശ്രമം കൊണ്ടുവച്ചെന്നത്. ഫിർഔനിൽ നിന്ന് രക്ഷപ്പെട്ട് ചെങ്കടൽ പിളർന്ന് അക്കരെ എത്തിയിരിക്കുന്ന ആളുകൾ, അവിടെ ചില ജനങ്ങൾ വിഗ്രഹങ്ങളെ കൊണ്ടുവന്ന് അതിൻ്റെ മുമ്പിൽ ഭജനമിരുന്ന് ആരാധിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് കാണുമ്പോൾ തങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നതുപോലും ആലോചിക്കാതെ മൂസാ നബിയോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ് ഇജ് അല്ലന ഇലാഹൻ കമാലഹും ആലിഹ. അവർക്ക് ഒരുപാട് ആരാധ്യന്മാരുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു പ്രത്യേകമായ ആരാധന നിശ്ചയിച്ചു തരണം. അവർ ഉദ്ദേശിച്ചത് വിഗ്രഹങ്ങളെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസാ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന ആളുകളാണ് ആ പ്രവാചകരോട് തന്നെ നേരിട്ട് വിഗ്രഹാരാധനക്ക് അവസരം വേണമെന്ന് ആവശ്യപ്പെടുന്നത്. അഥവാ തന്നിലൂടെ വളർന്നു വന്നിരിക്കുന്ന ആ സമൂഹത്തെ വീണ്ടും ശരിയായ മതത്തിലേക്ക് തിരിച്ചു വിളിക്കുക എന്ന ഇസ്ലാഹ് നിർവഹിക്കേണ്ടി വരുന്നതും അതേ പ്രവാചകൻ തന്നെയാണ്. അതുകൊണ്ട് തീർന്നില്ല. പിന്നീട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം വേദഗ്രന്ഥം സ്വീകരിക്കാൻ വേണ്ടി 40 ദിവസം അവരിന്ന് മാറുന്നപ്പോഴേക്ക് ഒരു ചങ്ങാതി കുറച്ച് ആഭരണങ്ങളൊക്കെ ഒരുക്കി അതുകൊണ്ടൊരു പശുക്കുട്ടിയുടെ രൂപമുണ്ടാക്കി അതിൽ ശബ്ദമുണ്ടാക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഒരുക്കി അതുമായി ആ സമൂഹത്തിലേക്ക് വന്ന് ഇതാണ് നിങ്ങളുടെ ആരാധ്യൻ. മൂസാ അലൈഹി സ്വലാം ഇതിനെ തേടിയാണ് പോയത്. പക്ഷേ ഏതോ വഴിക്ക് മാറി സഞ്ചരിച്ചതാണ്. ഇത് തന്നെയാണ് നമ്മുടെ ആരാധ്യൻ, നമുക്കിതിനെ സ്വീകരിക്കാം എന്ന് വന്ന് പറയുമ്പോൾ അവരുടെ മുമ്പിൽ 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന്,
മൂസാ നബി പോയത് കുറഞ്ഞ ദിവസങ്ങൾക്കാണ്. അത് കഴിഞ്ഞാൽ തിരിച്ചു വരും. തിരിച്ചു വന്നാൽ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, ഇതാണോ നിങ്ങൾ തേടിപ്പോയിരിക്കുന്ന ഇലാഹ്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിനെ ആരാധിക്കാമല്ലോ എന്ന് ചോദിക്കാം. ഇനി അതല്ലെങ്കിൽ തങ്ങളുടെ കൺമുമ്പിൽ മൂസാ നബി മറ്റൊരു പ്രവാചകനായ ഹാറൂൻ അലൈഹി ഇസ്ലാമിനെ ഇവർക്ക് വേണ്ടി നിയോഗിച്ചു കൊടുത്തുകൊണ്ടാണ് പോയത്. അദ്ദേഹത്തോട് ചോദിക്കാം, മൂസാ നബി തേടിപ്പോയത് ഈ ഇലാഹിനെയാണോ, ഈ പ്രതിമയാണോ? ഞങ്ങൾക്കിതിനെ ആരാധിക്കാൻ പറ്റുമോ? ഇത് ശരിയാണോ എന്ന് ചോദിക്കാം. പക്ഷേ കൺമുമ്പിലുള്ള ഹാറൂൻ നബിയോടോ വരാനിരിക്കുന്ന മൂസാ നബിയോടോ ഒന്ന് ചോദിക്കാൻ പോലും കാത്തു നിൽക്കാതെ ഈ കൊണ്ടുവന്നിരിക്കുന്ന പ്രതിമയെ ആരാധിക്കുന്നതിലേക്കാണ് അവരെത്തിയത്. ആരാണവർ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂസാ റസൂലുള്ളാഹ് എന്ന അന്നത്തെ ഷഹാദത്ത് പ്രഖ്യാപിച്ചിരിക്കുന്ന ആളുകൾ. ഇക്കാലത്തെ ഈ മുസ്ലിം സമൂഹത്തിൻ്റെ പൊതുധാരണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ വിഷയത്തിൽ ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്നാണ്. അതിലൊരു പാളിച്ചയും ഉണ്ടാവില്ല, ഒരു പോരായ്മയും വരില്ല. അത് അങ്ങനെ തന്നെ കൃത്യമായി കണിശമായി മുന്നോട്ട് പോകുമെന്നാണ്. നമസ്കാരത്തിൽ കുഴപ്പം വരാൻ സാധ്യതയുണ്ട്, സക്കാത്തിൽ പ്രശ്നങ്ങൾ സാധ്യതയുണ്ട്, നോമ്പിലും ഹജ്ജിലുമൊക്കെ പല പാളിച്ചകളും വരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഷഹാദത്തിൽ യാതൊരു പാളിച്ചയും വരില്ല എന്നാണ് പൊതുസമൂഹത്തിൻ്റെ ധാരണ. ബാക്കി എല്ലാത്തിനും മാറ്റമുണ്ടാകുമെങ്കിൽ ഇതിന് മാത്രമായി ഉണ്ടാവില്ല എന്നെങ്ങനെ പറയും? അതുമാത്രമല്ല, ഒരു പ്രവാചകൻ ജീവിച്ചിരിക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കൺവെട്ടത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ അനുയായികളെന്ന് അവകാശപ്പെടുന്ന അഭിമാനിക്കുന്ന ആളുകൾ തന്നെ ബഹുദൈവാരാധന ചോദിച്ചു വാങ്ങാൻ ശ്രമിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായെങ്കിൽ ഷഹാദത്തിൽ ആളുകൾക്ക് മാറ്റം വരും, വ്യതിയാനമുണ്ടാകുമെന്നതിന് വേറെ ഉദാഹരണങ്ങൾ അധികം നമ്മൾ തരേണ്ടി വരില്ല. ഇത് ഒരു വസ്തുതയാണ്. സമാനമായ ഒരുപാട് സംഗതികൾ ഓരോ പ്രവാചകന്മാരുടെ ജീവിതത്തിലുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷത്തെ കഠിനാധ്വാനം കൊണ്ടാണ് ഒരു സമൂഹത്തെ നേർപാന്താവിലേക്ക് നയിക്കാൻ സാധ്യമായത്. അതിനിടയിൽ ഉണ്ടായിരിക്കുന്ന പല പ്രശ്നങ്ങളുമുണ്ട്. അതിലൊന്നാണ് മക്ക ഫത്ഹിൻ്റെ സമയത്തുണ്ടായിരിക്കുന്ന പ്രത്യേകമായിരിക്കുന്നൊരു വളർച്ച. മദീനയിൽ നിന്ന് 8000-ഓളം മുസ്ലിങ്ങളെയും കൂട്ടിയാണ് പ്രവാചകർ മക്കയിലേക്ക് വരുന്നത്. ആ മുസ്ലിങ്ങൾ ഷഹാദത്ത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അതിൻ്റെ അർത്ഥവും ആഴവും അതിൻ്റെ വ്യാപ്തിയുമൊക്കെ പ്രവാചകരിൽ തന്നെ കൃത്യമായി കേട്ടും പഠിച്ചും മനസ്സിലാക്കി ഉൾക്കൊണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ വളരെ പെട്ടെന്ന് വഴിമാറാൻ സാധ്യതയില്ല. എന്നാൽ മക്കയിൽ വന്ന് മക്ക ഫത്ഹിൻ്റെ ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഏതാണ്ട് 4000-ഓളം ആളുകൾ കൂടി ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഒരൊറ്റ വരവ. അവരും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന സത്യസാക്ഷ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അവരാ സത്യസാക്ഷ്യത്തിൻ്റെ അർത്ഥവും ആഴവും മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. അതിനവസരം കിട്ടിയിട്ടില്ല. ഇന്നലെയോ മിനിഞ്ഞാന്നൊക്കെയായി ഇത് പ്രഖ്യാപിച്ച ആളുകൾ മാത്രമാണ് അവർ. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പോകുന്ന ഹുനൈനിലേക്കാണ്. ആ പോക്കിൽ തൻ്റെ കൂടെ മദീനയിൽ നിന്ന് വന്നിട്ടുള്ള കറകളഞ്ഞിരിക്കുന്ന വിശ്വാസികളുണ്ട്. മക്കയിൽ നിന്ന് ആ സമയത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നിരിക്കുന്ന പുതിയ മുസ്ലിങ്ങളുണ്ട്. ഈ രണ്ട് കൂട്ടരും ഒരുമിച്ച് പോകുമ്പോഴാണ് ആ പുതിയ വിഭാഗത്തിൽ നിന്ന് ചില ആളുകൾ പ്രവാചക തിരുമേനിയെ സമീപിക്കുകയും ഞങ്ങൾക്ക് ഞങ്ങളുടെ യുദ്ധത്തിന് പോകുമ്പോൾ ഈ വാള് കൊളുത്തിയെടുക്കാൻ ഒരു മരം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആലോചിച്ചെടുക്കാനുള്ള വിഷയമാണത്. ഞാനത് വിശദമായി കൊണ്ടുപോകുന്നില്ല. ഇജ്അൽ ലനാ ദാത്ത അൻവാദ് കമാലഹും ദാത്തു അൻവാദ്. മുശ്രിക്കുകൾക്ക്, ബഹുദൈവാരാധകർക്ക് തങ്ങളുടെ വാള് കൊളുത്തിയെടുക്കുവാൻ ഒരു മരമുള്ളതുപോലെ പ്രവാചകരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വാള് കൊളുത്തിയെടുക്കുവാൻ ഒരു മരം വേണം, അത് താങ്കൾ നിശ്ചയിച്ചു തരണം. എന്തിനാ മരം ചോദിച്ചത്? ആരാധിക്കാനാണ് എന്ന് അവർ പറഞ്ഞിട്ടില്ല. അതിനോട് പ്രാർത്ഥിക്കാനാണ് എന്ന് പറഞ്ഞിട്ടില്ല. അതിൻ്റെ ചുവട്ടിൽ ഭജനമിരിക്കാനാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഇനി പ്രത്യക്ഷമായൊരു ബർക്കത്തെടുക്കാനാണ് എന്ന് പോലും പറഞ്ഞിട്ടില്ല. വാള് കൊളുത്തിയെടുക്കൽ മാത്രമാണ് ലക്ഷ്യം. അവർക്ക് വേണമെങ്കിൽ ഒരു നല്ല വൃക്ഷം
നോക്കിയിട്ട് പിന്നെയും കുറേ കാലമൊക്കെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു മരത്തെ നിശ്ചയിച്ചു കൊടുക്കാമായിരുന്നു. പക്ഷേ പ്രവാചക തിരുമേനി ആ വിഷയത്തിൻ്റെ ഗൗരവം അവരെ ബോധ്യപ്പെടുത്താണ്. സുബ്ഹാനല്ലാഹ്. ഹാദാ കമാ സുഇല മൂസ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. നിങ്ങൾ ഈ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൻ്റെ ഗൗരവം നിങ്ങൾക്കറിയുമോ? ഇതിൻ്റെ അപകടം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? മൂസാ നബിയുടെ ജനത അദ്ദേഹത്തോട് അള്ളാഹുവിന് പുറമെ തങ്ങൾക്ക് ആരാധിക്കുവാൻ വേണ്ടി ഒരു വിഗ്രഹത്തെ, ഒരു ആരാധന തന്നെ ചോദിച്ചുവല്ലോ. സമാനമായ ചോദ്യമാണ് നിങ്ങളും ചോദിച്ചത്. നിങ്ങളിപ്പോൾ ഈ മരത്തെ ചോദിക്കുന്നതിലൂടെ ഉണ്ടായിരിക്കുന്ന കാര്യം സമാനമായ ചോദ്യമാണ്. എന്താണ് അവിടുത്തെ സാമ്യത? മൂസാ നബിയുടെ സമൂഹം ചോദിച്ചത് വിഗ്രഹത്തെയാണ്. ആരാധിക്കാൻ വേണ്ടിയാണ്, പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്, അതിൻ്റെ മുമ്പിൽ ഭജന വിരിക്കാൻ വേണ്ടിയാണ്, അവിടെ നേർച്ച വഴിപാടുകൾ സമർപ്പിക്കാൻ തന്നെയാണ്. എന്നാൽ മുഹമ്മദ് നബിയുടെ ഈ സമൂഹം ചോദിച്ചതോ വിഗ്രഹത്തെയല്ല, കേവലം ഒരു വൃക്ഷത്തെയാണ്. അതും ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ പൂജിക്കാനോ ഒന്നുമല്ല, തങ്ങളുടെ വാളുകളൊന്ന് കൊളുത്തിയെടുക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ആ ചോദിച്ചതും ഈ ചോദിച്ചതും ഒന്ന് തന്നെയാണ്. എങ്ങനെയാണ് ഇത് സാമ്യമാകുന്നത്? പണ്ട് ഈ കോഴിക്കോട്ടങ്ങാടിയിൽ ഒരു പ്രോഗ്രാമിലാണ് എസ് എ ജമീൽ മനോഹരമായിരിക്കുന്നൊരു തൗഹീദ് ഗാനം ആരംഭിച്ചത്. ആ ആലാപനം കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമുണ്ടായി. അതിൽ ചിലരൊക്കെ പ്രകോപിച്ചിരിക്കുന്നൊരു വരി, നാഗൂർ, അജ്മീർ, ഗുരുവായൂർ, ശബരിമല യാത്രയും ഒന്നല്ലേ, നാനാവിധ ദർഗ പൂജയും ജാറം മൂടലും മുത്തലും ഇന്നില്ലേ എന്ന് തുടങ്ങുന്ന വരിയുണ്ടായിരുന്നു. അതാ ചില പ്രകോപിപ്പിച്ചത്. ആ പ്രകോപനം ഒരു പ്രശ്നമായി വന്നു. അവസാനം അദ്ദേഹത്തോട് സംഘാടകർ പറഞ്ഞു, നിങ്ങളൊന്ന് സ്റ്റേജിൽ കയറി മാപ്പ് പറയേണ്ടി വരും, അല്ലാതെ പ്രശ്നം പരിഹരിക്കില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനെന്തിനാ മാപ്പ് പറയുന്നത്? ഞാൻ നിങ്ങൾക്കൊരു അള്ളാഹു പോരാന്നാണ് ചോദിച്ചത്. അത് പോരാന്നുണ്ടെങ്കിൽ പോരാന്ന് പറഞ്ഞാൽ പോരെ. അങ്ങനെ അവസാനം അദ്ദേഹം രണ്ടാമത് സ്റ്റേജിൽ കയറി പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചോദിച്ചത് നിങ്ങൾക്കൊരു അള്ളാഹു പോരെന്നാണ്, അത് പോരാത്തവരൊക്കെ അത് പോരാ എന്ന് പറഞ്ഞേക്കും. അപ്പോൾ കൂടുതൽ കുഴപ്പമായി. ഞാൻ സൂചിപ്പിച്ചത് അവിടെ ഈ നാഗൂരും അജ്മീറും ഗുരുവായൂരും ശബരിമലയൊക്കെ ഒന്നാണെന്ന് തന്നെ പറഞ്ഞു. ഒന്നാണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഇത് രണ്ടും ഒരേപോലെയാണെന്നൊന്നുമല്ല. പിന്നെന്താ? അതിൻ്റെ ഉള്ളുകള്ളികൾ, അല്ലെങ്കിൽ ഉള്ളറകൾ, അത് ലക്ഷ്യമാക്കുന്ന കാര്യങ്ങൾ, അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ, അതൊക്കെ ഒന്നാണ്. ഗുരുവായൂരപ്പനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങൾ, ശബരിമലയപ്പനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങൾ, യേശുക്രിസ്തുവിനെയും കന്യാമറിയത്തെയും വിളിച്ചു പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങൾ, ബദരീങ്ങളെയും മുഹമ്മദി ഷേഖിനെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങൾ, ഇവരൊക്കെ ഈ പറയപ്പെട്ട ആരാവട്ടെ, അങ്ങനെ വിളിക്കുന്ന ആളുകൾ ആരും തങ്ങളെ വിളിച്ചാൽ ആ വിളി കേട്ടിട്ട് ഗുരുവായൂരപ്പനോ ശബരിമലയ്യപ്പനോ യേശുക്രിസ്തുവോ ബദരീങ്ങളോ അതുപോലെ മുഹമ്മദി ഷേഖോ, അവരിൽ ആരോ ആവട്ടെ, ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഒരു ടീം നമ്മുടെ മുമ്പിൽ വന്ന് നമ്മളോട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ച് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് എന്നിട്ട് അവരതൊക്കെ പരിഹരിച്ച് റെഡിയാക്കി തന്ന് അങ്ങനെ പോകും എന്ന് ഇവിടുത്തെ ഹിന്ദുവോ ക്രൈസ്തവനോ മുസ്ലിങ്ങളോ വിശ്വസിക്കുന്നില്ല. പിന്നെന്താ വിശ്വാസം? ഇവരൊക്കെ ഞങ്ങൾ വിളിച്ചാൽ, ഗുരുവായൂരപ്പനെ വിളിച്ചാലും ശബരിമലയപ്പനെ വിളിച്ചാലും യേശുക്രിസ്തുവിനെ വിളിച്ചാലും മുഹമ്മദി ഷേഖിനെ വിളിച്ചാലും ഒക്കെ അവർ ഞങ്ങൾക്ക് മനസ്സിലാവാത്ത, ഞങ്ങൾക്ക് നിഗൂഢമായ, ഞങ്ങൾക്ക് അദൃശ്യമായ ഏതോ മാർഗത്തിലൂടെ ഇതൊക്കെ കേട്ട് മനസ്സിലാക്കി ഞങ്ങളുടെ പ്രശ്നങ്ങൾ അവർ പരിഹരിച്ചു തരും. ഈ അദൃശ്യമായ, നിഗൂഢമായ, നമുക്ക് ബോധ്യമാവാത്ത വഴിയിലൂടെ അവർ നമ്മളെ സഹായിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ വിളികളൊക്കെ. അതുകൊണ്ടാണ് ആ വിളികളെല്ലാം ഒന്നാണ്, ഒരേ തരത്തിലുള്ളതാണ്, ഒരേ കാറ്റഗറിയിലുള്ളതാണ് എന്ന് പറഞ്ഞത്. ഇതാ റസൂലും പറഞ്ഞത്. മൂസാ നബിയുടെ സമൂഹം വിഗ്രഹത്തെ ചോദിക്കും, അവിടെ ലക്ഷ്യം എന്താ? ആ വിഗ്രഹത്തോട് വിളിച്ചു തേടിയാൽ അതേപോലെ തന്നെ കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചൊന്നല്ല. അതിൻ്റെ പിന്നിൽ അവർ കൽപ്പിക്കുന്ന മഹാന്മാരുണ്ട്. ആ മഹാന്മാർ നമ്മളറിയാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഏതോ മാർഗത്തിലൂടെ നമ്മളെ സഹായിക്കും എന്നാണ് വിശ്വാസം. എന്ന പോലെ തന്നെ മുഹമ്മദ് നബി നിശ്ചയിച്ചു കൊടുത്തേക്കാവുന്ന ഒരു മരത്തിൽ തങ്ങളുടെ വാൾ കൊളുത്തിയാൽ
നമുക്കറിയാൻ കഴിയാത്ത, മനസ്സിലാക്കാൻ കഴിയാത്ത ഏതോ നിഗൂഢമായ മാർഗത്തിലൂടെ ആ വാളിന് പ്രത്യേകമായിരിക്കുന്ന കരുത്തോ കുരുത്തമോ ബലമോ ശക്തിയോ മൂർച്ചയോ എന്തോ കൂടും. അങ്ങനെ വന്നാൽ പിന്നീട് ആ വാൾ കൊണ്ട് യുദ്ധം ചെയ്താൽ യുദ്ധം വിജയിക്കുമെന്ന് ഉറപ്പാണ്. അതാണ് വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ പേരിലാണ് ഈ ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ പ്രശ്നം എന്താ? നമ്മൾ മലയാളത്തിൽ പറയുന്ന അറബി പദമാണുള്ള ബർക്കത്ത് എന്നുള്ളത് അല്ലേ? അങ്ങനെ ഒരു ബർക്കത്ത് ഈ വാളിൽ വന്നു ചേരുമെന്നും അതുപോലെ നമുക്ക് സഹായം ലഭിക്കുമെന്നാണ് വിശ്വാസം. പക്ഷെ ഇതെങ്ങനെ വരുന്നു അറിയില്ല, എങ്ങനെ സംഭവിക്കുന്നു അറിയില്ല. അത് മനസ്സിലാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അതുമില്ല. ഇതിനൊക്കെയാണ് അദൃശ്യമായ മാർഗത്തിലൂടെയുള്ള ഗുണദോഷ പ്രതീക്ഷ എന്ന് പറഞ്ഞ്. ആ പ്രതീക്ഷയാണ് യഥാർത്ഥത്തിൽ മൂസാ നബിയോട് വിഗ്രഹത്തെ ചോദിച്ചതിന് സമാനമാണ് ഇവർ ഈ മരം ചോദിച്ചത് എന്ന് പ്രവാചക തിരുമേനി പറഞ്ഞത്. എന്ന് റസൂൽ പറഞ്ഞു, ഹാദിഹി സനൻ ലതർകബുന്ന. ഇതൊക്കെ ആ പൂർവികരുടെ ചര്യകളാണ്. ഏത് പൂർവികരുടെ? യഹൂദികളുടെയും നസ്വാറാക്കളുടെയും ചര്യകൾ. നിങ്ങൾ ആ വഴിയെ കടന്നു കയറുക തന്നെ ചെയ്യും. അതിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പ്രവാചകർ വേറെയും ചില കാര്യങ്ങൾ പിന്നെയും പറഞ്ഞിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഇസ്ലാമിനെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് ആളുകൾക്ക് ഏൽപ്പിച്ചു കൊടുത്ത് തറക്തു ഫീക്കും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത റസൂലി എന്ന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് പോവാണ്. ആ പോകുമ്പോഴും സമാധാനത്തോടെയല്ല പോകുന്നത്, ശാന്തമായിട്ടല്ല പോകുന്നത്. എന്താ കാരണം? ആശങ്ക ഉണ്ടായിരുന്നു. ആ ആശങ്ക റസൂലുള്ളാഹി പറഞ്ഞത് എന്താ? അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്. അല്ലാഹുവേ, എൻ്റെ ഖബറിനെ ജനങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹമാക്കി മാറ്റരുതേ. ഒരു പ്രാർത്ഥനയാണത്. ജനങ്ങൾക്ക് ഉപദേശം, ലാ തജ്അലു ഖബരി ഈദ, നിങ്ങൾ എൻ്റെ ഖബറിനെ ആഘോഷ സ്ഥലമാക്കരുത്, ഉത്സവ സ്ഥലമാക്കരുത്. പിന്നെ ഒരു ശാപ പ്രാർത്ഥന കൂടി നിർവഹിച്ചു, ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ. യഹൂദികളെയും നസ്വാറാക്കളെയും അല്ലാഹു ശപിക്കട്ടെ. എന്താ കാരണം? അവർ അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി. പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കിയവർക്കെതിരെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ശാപപ്രാർത്ഥന നിർവഹിച്ചിരിക്കുന്നുവെങ്കിൽ പ്രവാചകന്മാർ പോലുമല്ലാത്ത, പലപ്പോഴും ആളെ അറിയാത്ത, അഡ്രസ് അറിയാത്ത, ചിലപ്പോഴെങ്കിലും തലക്ക് വെളിവില്ലാത്ത പലരുടെയും ഖബറുകളെ കെട്ടിപ്പൊക്കി ആരാധനാ കേന്ദ്രങ്ങളാക്കുന്നവർ തങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന ഓമന പേരിട്ട് വിളിച്ചത് കൊണ്ട് മാത്രം പ്രവാചകരുടെ ഈ ശാപപ്രാർത്ഥനയുടെ വൃത്തത്തിൽ നിന്ന് ഒഴിവാകുമോ? അതോ ആ പ്രാർത്ഥന അവർക്ക് കൂടി ബാധകമാകുമോ? ഇതാണ് വിഷയം. അപ്പോൾ റസൂലുള്ളാഹി ആ ഒരു ആശങ്കയോടുകൂടിയാണ് പിരിഞ്ഞു പോകുന്നത്. ഈ സമുദായം, വിശ്വാസികൾ എന്ന് പറയുന്നവർ, മുസ്ലിങ്ങളാണ് എന്ന് അവകാശപ്പെടുന്നവർ, അവർ തന്നെ ബഹുദൈവാരാധനയിലേക്ക് പല വഴിക്ക് കയറും. അതിലേറ്റവും പ്രധാനപ്പെട്ട വഴിയാണെന്ത്? ഖബറുമായി ബന്ധപ്പെട്ട പരിപാടികൾ. റസൂലുള്ളാഹി നിർവഹിച്ചിട്ടില്ലാത്ത, കണ്ടതൊക്കെ തച്ചുടക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്ന, അങ്ങനെ ഉയർത്തപ്പെട്ട ഖബറുകൾ ഉണ്ടാവുകയും അത് ആരാധനാ കേന്ദ്രങ്ങളായി മാറുകയും അത് വലിയ സംഗതികളായി മാറുകയൊക്കെ ചെയ്യുമ്പോൾ നടക്കുന്നെന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങൾ യഥേഷ്ടം. ഞാൻ അതിന് വിശദാംശങ്ങളിലേക്ക് പോകാൻ ഇവിടെ സമയമില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ അവിടെ മുതൽ ഇങ്ങോട്ട് തുടങ്ങിയിരിക്കുന്ന അന്ധവിശ്വാസങ്ങളുടെ, അനാചാരങ്ങളുടെ വ്യാപ്തി, അതിൻ്റെ പ്രചാരണം, അതിൻ്റെ സ്വാധീനം വിശ്വാസികളുടെ മനസ്സിലേക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ കടന്നു വരുന്ന സാഹചര്യം, പ്രവാചക തിരുമേനി ശപിച്ചിരിക്കുന്ന ഖബറാരാധനയും ഖബർ പൂജയും ഖബർ കെട്ടിപ്പൊക്കലുമൊക്കെ എങ്ങനെയാണ് മുസ്ലിം സമൂഹത്തിലെ ഒരു ഷിആറായി മാറിയത്? ഇന്ന് പല ഭൂരിപക്ഷ മുസ്ലിം സംഘടനകളും പ്രസ്ഥാനങ്ങളുമൊക്കെ അവരുടെ പല പരിപാടികളും ആരംഭിക്കുമ്പോൾ, വലിയ വലിയ സമ്മേളനങ്ങളൊക്കെ ആരംഭിക്കുമ്പോൾ അത് എവിടെ നിന്നാണ് തുടങ്ങുക? ഇങ്ങനെ കെട്ടിയുയർത്തിയിരിക്കുന്ന ഒരു ഖബറിൻ്റെ അടുത്ത് നിന്നാണ് തുടങ്ങുക. അവിടെ കൊടിയുയർത്തിയിട്ട്, അവിടെ പ്രത്യേക പ്രാർത്ഥന നടത്തിയിട്ട്. ഇതെങ്ങനെ വന്നു? അല്ലാഹുവിൻ്റെ റസൂൽ ശപിച്ചിരിക്കുന്ന ഈ കാര്യം മുസ്ലിം സമൂഹത്തിൻ്റെ ഷിആറായി എങ്ങനെ മാറി? വിഷയം വളരെ വ്യക്തമാണ്. ഒന്ന്, ഏകദൈവാരാധന അഥവാ തൗഹീദ് ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് കയറി കിട്ടാൻ തന്നെ കുറച്ച് പണിയുണ്ട്. അത്ര എളുപ്പമല്ല. അങ്ങനെ പണിപ്പെട്ട് കയറിയതാണെങ്കിൽ പോലും അത് തിരിച്ചറങ്ങാൻ ഒരു പണിയില്ല. നിമിഷാർദ്ധ നേരം കൊണ്ട് ഈ തൗഹീദ് നമ്മളെ കൈവിട്ടു പോകും. അതുകൊണ്ട്
അത് സദാ പുതുക്കണം, അതിങ്ങനെ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കണം. മനസ്സിലായല്ലോ? അതിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ അതിലേക്ക് പുഴുക്കുത്ത് കയറും. അന്ധവിശ്വാസങ്ങളുടെ, അനാചാരങ്ങളുടെ, ഷിർക്കിന്റെ പുഴുക്കുത്ത് കയറും. സ്വാഭാവികമായി തൗഹീദ് എന്ന് പറയുന്നത് ഒരു പുറന്തോട് മാത്രമായി അവശേഷിക്കും, അതിൻ്റെ അകത്തൊന്നും ഉണ്ടാവില്ല. ഇത് ആ പറഞ്ഞ രൂപത്തിൽ തന്നെ സംഭവിച്ചു. ലോകത്തെമ്പാടും അതിൻ്റെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ലോകത്തെമ്പാടും ഉണ്ടായിട്ടുണ്ട്. ബഹുദൈവ ആരാധനയിലേക്ക് കൂപ്പുകുത്തുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സ്വാഭാവികമായി പടച്ചറബ് പറഞ്ഞ എന്താ? നിങ്ങൾ ഈ മാർഗം വിട്ട അള്ളാഹ് വേറെ ഇവനെ കൊണ്ടുവരും. യാ അയ്യുഹല്ലദീന ആമനൂ മയ്യർതദ്ദ മിൻകും അൻ ദീനി ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂന അദില്ലത്തിൻ അലൽ മുഅ്മിനീന അഇസ്സത്തിൻ അലൽ കാഫിരീൻ യുജാഹിദൂന ഫീ സബീലില്ലാഹ് വലാ യഖാഫൂന ലൗമത ലായിം ദാലിക ഫദ്ലുല്ലാഹി യുതിഹി മയശാ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ വിശദീകരിച്ചു. വിശ്വാസികളെ, നിങ്ങൾ ഈ മാർഗം വിട്ടുപോയാൽ, നിങ്ങൾ ഈ മാർഗം വ്യതിചലിച്ചാൽ, നിങ്ങൾ വഴിമാറി സഞ്ചരിച്ചാൽ പരസ്പരബന്ധയും അവനെ ഇഷ്ടപ്പെടുന്ന, അവൻ്റെ ഇഷ്ടം നേടിയ അങ്ങനെയുള്ള മറ്റൊരു ടീമിനെ കൊണ്ടുവരും. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? ഒരാളുടെയും ഒരാക്ഷേപത്തെയും ഭയപ്പെടാതെ, ആശങ്കപ്പെടാതെ പടച്ച റബ്ബിന്റെ മാർഗത്തിൽ അവർ ധർമ്മ സമരത്തിൽ ഏർപ്പെടും. അതിൽ ഉൾപ്പെടുവാൻ സാധിക്കുക എന്നുള്ളതാണ് സൗഭാഗ്യം. കാരണം അത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായിരിക്കുന്ന ഫദ്ലാണ്, അനുഗ്രഹമാണ്, ഔദാര്യമാണ് എന്നാണ് ഖുർആൻ പറഞ്ഞു വെച്ചത്. അതുണ്ടായി. ലോകത്തിൻ്റെ നാനാദിക്കിലും വ്യത്യസ്തങ്ങളായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ, വ്യത്യസ്ത സമൂഹങ്ങളിൽ യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തെ തന്നെ ശരിയായ പാന്താവിലേക്ക് നയിക്കാൻ, അവരുടെ പ്രമാണമായ വിശുദ്ധ ഖുർആനിൻ്റെ പ്രവാചക ചര്യയുടെ വഴിയിലേക്ക് നയിക്കാൻ, അതിലൂടെ അന്ധവിശ്വാസമുക്തമായ, അനാചാരമുക്തമായ ഏകദൈവാരാധനയുടെ ആ തെളിഞ്ഞ നിറഞ്ഞ ആദർശത്തിലേക്ക് നയിക്കാൻ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും അങ്ങനെയുള്ള മുജദ്ദിദുകൾ, നവോത്ഥാന നായകന്മാർ വന്നിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയും ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബും ജമാലുദ്ദീൻ അഫ്ഗാനിയും മുഹമ്മദ് അബ്ദുഹും റഷീദ് റിളയും ഒക്കെ ആ പട്ടികയിലെ വിവിധ നാമങ്ങൾ മാത്രമാണ്. ഇത് പറയുമ്പോൾ തന്നെ ഒന്നുകൂടി പറയാം. ഈ പറയപ്പെട്ട പേരുകൾ കേൾക്കുമ്പോഴേക്ക് ഇവരൊക്കെ പ്രവാചകന്മാരെ പോലെ തന്നെ യാതൊരു അബദ്ധവും സംഭവിക്കാത്ത, സദാ വഹി ലഭിച്ചുകൊണ്ടിരിക്കുന്ന മഅസൂമകളാണ് എന്ന അഭിപ്രായമൊന്നും ലോകത്താർക്കുമില്ല, അവർക്കുമില്ല. പക്ഷേ അവർ ക്ഷണിച്ചത്, നിങ്ങൾ വിശുദ്ധ ഖുർആനിലേക്ക് വരൂ, പ്രവാചക ചര്യയിലേക്ക് വരൂ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആശയത്തിലേക്ക്, ആദർശത്തിലേക്ക് വരൂ. അത് എന്താണ്? ശരിയായ നിലപാടാണ്. ആ നിലപാട് പറയുമ്പോൾ ആ വിഷയത്തിൽ നമ്മൾ അവർ ഉൾക്കൊള്ളും, അവർ അംഗീകരിക്കും എന്നു കരുതി അവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ മാനുഷികമായിരിക്കുന്ന പോരായ്മകളോ അബദ്ധങ്ങളോ സംഭവിച്ചാൽ അത് അന്ധമായി അനുകരിക്കേണ്ട ബാധ്യതകളൊന്നും നമുക്കില്ല. എന്താ കാരണം? വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും സ്വീകരിച്ചുകൊണ്ട് അത് പഠിച്ചു മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത് എന്നാണ് അവർ പറഞ്ഞത്. അത് സ്വീകരിക്കാൻ, അത് ഉൾക്കൊള്ളുവാൻ വേണ്ടി നാം ശ്രമിക്കുമ്പോൾ ഖുർആനിൻ്റെ ഒരായത്ത് നമുക്ക് മനസ്സിലാവുന്ന ആയത്താണ്. നബിശരീയിൽ നിന്നൊരു ഭാഗം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കാവുന്ന വളരെ സുവ്യക്തമായിരിക്കുന്ന ഒരാശയം ഖുർആനിൻ്റെയും പ്രവാചക അധ്യാപനങ്ങളുടെയും പിൻബലത്തിൽ മനസ്സിലാക്കി കിട്ടിയാലും അത് സ്വീകരിക്കണമെങ്കിൽ മറ്റേതെങ്കിലും പണ്ഡിതന്മാരുടെ വാക്കുകളുമായി മാറ്റിവരച്ച് ആ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളോട് ഇത് യോജിക്കുന്നുണ്ടോ എന്ന് നോക്കി, യോജിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ സ്വീകരിക്കാവൂ എന്ന നിലപാടാണ് യാഥാസ്ഥിതികയുടെ അടിസ്ഥാനം. യാഥാസ്ഥികവാദത്തിൻ്റെ അടിസ്ഥാനം അതാണ്. കേരളക്കരയിൽ ആ തലത്തിൽ നേരത്തെ തന്നെ നിലയുറച്ചവരും പിന്നെ അതിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുന്നവരും ഇപ്പോഴും വീണവരും ഒക്കെ ഉണ്ട്. മനസ്സിലായല്ലോ? അങ്ങനത്തെ ടീമുകളൊക്കെ ഉണ്ട്. അതിൽ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പിന്മുറക്കാരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ കൂടി ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അത്രയുള്ള വിഷയം. നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ പിന്മുറക്കാർ, പേരമക്കൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ, അവർ കൂടി അതിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുന്നു. എന്താ വിഷയം? വിശുദ്ധ ഖുർആനിൽ നിന്നും പ്രവാചക അധ്യാപനങ്ങളിൽ നിന്നും ഒരു വിഷയം വ്യക്തമായി കൃത്യമായി നമുക്ക് ബോധ്യമാകുന്ന വിധത്തിൽ മനസ്സിലായാലും ലഭിച്ചു കഴിഞ്ഞാലും ആ പറഞ്ഞ വിഷയം പോലും ഏതെങ്കിലുമൊക്കെ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളുമായി യോജിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ സ്വീകരിക്കാവൂ. അല്ലെങ്കിൽ അത് സ്വീകാര്യമല്ല
എവിടെയെങ്കിലും വേറെ വല്ല പണ്ഡിതന്മാരും പറഞ്ഞു വെച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം എന്നിടത്തേക്ക്. ആ പോക്കാണ് യാഥാസ്ഥികതയിലേക്കുള്ള കൂപ്പുകുത്തിൻ്റെ അടിത്തറ. എന്നാൽ നവോത്ഥാനത്തിൻ്റെ വഴി എന്താ? സത്യത്തിൻ്റെ വഴി എന്താ? പ്രമാണബദ്ധമായിരിക്കുന്ന നിലപാടിൻ്റെ വഴി എന്താ? ആ വഴി മഹാന്മാരായിരിക്കുന്ന മദ്ഹബിന്റെ ഇമാമുമാരൊക്കെ പറഞ്ഞ പോലെ അവർ പറഞ്ഞല്ലോ, ഇദാ റഅയ്തും കലാം ഇദാ സ്വഹൽ ഹദീസ് ഫഹുവ മദ്ഹബി. പ്രവാചകാധ്യാപനങ്ങൾ ശരിയായി കിട്ടിയാൽ അതാണ് എൻ്റെ മദ്ഹബ്, അതാണ് എൻ്റെ അഭിപ്രായം. ഇദാ റഅയ്തും കലാമി യുഖാലിഫുൽ ഹദീസ് ഫഅമലു ബിൽ ഹദീസ് വദ്രിബു ബികലാമി അൽ ഹൈ. എൻ്റെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ, ഞങ്ങളുടെ വാക്കുകൾ പ്രവാചക അധ്യാപനങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രവാചക അധ്യാപനങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അങ്ങനെ പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ സ്വീകരിക്കേണ്ടതുള്ളൂ. അഥവാ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രവാചക അധ്യാപനവുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിലോ, അതിന് വിരുദ്ധമായിട്ടാണ് കാണുന്നെങ്കിലോ, നിങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾ സ്വീകരിക്കുകയും ഞങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നേക്കുമായി വലിച്ചെറിയുകയും ചെയ്യുക എന്നാവശ്യപ്പെട്ട നവോത്ഥാന നായകന്മാരാണ് ആര്? മദ്ഹബിന്റെ ഇമാമുമാരടക്കം പണ്ഡിതന്മാർ. അതാ വിഷയം. എന്നാൽ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇപ്പോഴത്തെ വിഷയം എന്താ? ഇപ്പം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? നവോത്ഥാനത്തിന് വഴിയാൻ പറഞ്ഞത് എന്ത്? ഏതൊരു പണ്ഡിതൻ, എത്ര വലിയ മഹാനാവട്ടെ, എത്ര മുൻഗാമിയാവട്ടെ, എത്ര പിൻഗാമിയാവട്ടെ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കിതാബുകൾ വായിച്ചവരാവട്ടെ, വായിക്കാത്തവരാവട്ടെ, അങ്ങനെ എന്തൊക്കെ മഹത്വവൽക്കരിച്ചു പറഞ്ഞാലും ആ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അവർ അഭിപ്രായപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ, അവർ നൽകിയിരിക്കുന്ന ഫത്വകൾ അത് പ്രവാചക അധ്യാപനങ്ങളുമായി പൊരുത്തപ്പെടുന്നുണ്ടോ, വിശുദ്ധ ഖുർആനും സുന്നത്തുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തി സ്വീകരിക്കുക എന്നതാണ് നവോത്ഥാനത്തിൻ്റെ നിലപാട്. ഇത് കേരളീയ സമൂഹത്തിൽ തുടക്കം കുറിക്കുന്ന കാലം 1920-കളിൽ കേരള ജമിയത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയ്ക്ക് രൂപം കൊടുക്കുന്ന കാലം. അന്ന് ഇവിടെ ഈ സമസ്തക്കാരെന്നോ മുജാഹിദുകളെന്നോ ജമാഅത്തുകാരെന്നോ വേർതിരിവൊന്നുമില്ല. എല്ലാവരും മുസ്ലിം പണ്ഡിതന്മാരെല്ലാവരും. അങ്ങനെയുള്ള മുസ്ലിം പണ്ഡിതന്മാർ ഒരുമിച്ചുകൂടി പണ്ഡിതന്മാർക്ക് വേണ്ടി ഒരു സംഘം, ഒരു സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനം പ്രഖ്യാപിക്കുമ്പോൾ ഒരു പണ്ഡിതൻ എഴുന്നേറ്റ് ചോദിച്ചു, നമുക്കൊക്കെ അറിയാം, ചോദിച്ചു ചോദ്യമാണെന്ത്? അങ്ങനെ ഒരു പണ്ഡിത സഭ രൂപീകരിക്കാൻ, ഒരു സംഘടന രൂപീകരിക്കാൻ എന്താണ് ദലീൽ, അഥവാ എന്താണ് തെളിവ്? അധ്യക്ഷൻ എന്ത് പറഞ്ഞു? ഒരു ആയത്തോതി കൊടുത്തു. വൽതകും മിൻകും ഉമ്മത്തുൻ യദഊന ഇലൽ ഖൈർ എന്ന ആയത്തോതി കൊടുത്തു. അപ്പോൾ ഈ ചോദ്യകർത്താവ് അയാൾ പണ്ഡിതനാണ്, അയാൾ ചോദിച്ചു എന്താ? ഞാൻ നിങ്ങളോട് ചോദിച്ചത് ആയത്തല്ല, ദലീലാണ്. നിങ്ങൾ ഓതിയത് ആയത്താണ്, ഞാൻ ചോദിച്ചത് ദലീലാണ് എന്ന് പറഞ്ഞാൽ ആയത്ത് ദലീലായി പറ്റില്ല. ദലീൽ എന്ത് വേണം? ഏതെങ്കിലും കിതാബിൽ ഖുർആനല്ലാത്ത, സുന്നത്തല്ലാത്ത ഏതെങ്കിലും പണ്ഡിതാഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന കിതാബിൽ നിന്ന് ഉണ്ടാവണം. മനസ്സിലായല്ലോ? അതാണ് യാഥാസ്ഥികതയ്ക്കുള്ള പോക്ക്. ഖുർആനും പ്രവാചകചര്യയും ഒക്കെ ഉദ്ധരിച്ചാൽ അത് പറ്റില്ല, അതല്ലാത്ത തെളിവുകൾ വേണം. അഥവാ ആ പറഞ്ഞ കാര്യം തന്നെ ഏതെങ്കിലും പണ്ഡിതാഭിപ്രായങ്ങളുമായി പൊരുത്തപ്പെടണം എന്നിടത്തേക്ക്. ഇതിനെതിരെയാണ് ഏത് കാലഘട്ടത്തിലെയും മുജദ്ദിദുകൾ, നവോത്ഥാന നായകന്മാർ രംഗത്ത് വന്നത്. കേരളക്കരയും അതാണ് ഈ സംഗതി. അവിടേക്ക് വിളിച്ചത്, ഖുർആനിലേക്ക് വിളിച്ചു, പ്രവാചകാധ്യാപനങ്ങളിലേക്ക് വിളിച്ചു. ആ വിളി ആളുകൾ അന്ധവിശ്വാസങ്ങൾ കൈവടിഞ്ഞ്, അനാചാരങ്ങൾ കൈവടിഞ്ഞ് അവർ ശരിയായ പാന്താവിലേക്ക് പോകുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അത് പലരുടെയും വയറ്റിപ്പഴപ്പിന് പോലും പ്രയാസമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അന്നുണ്ടാക്കിയിരിക്കുന്ന കേരള ജമിയത്തുൽ ഉലമ ഇന്ന് പിരിഞ്ഞു പോയിട്ട് 2 കൊല്ലം കഴിഞ്ഞ് മറ്റൊരു കേരള ജമിയത്തുൽ ഉലമ ഉണ്ടാക്കി. ആ ജമിയത്തുൽ ഉലമയും ഇവിടുത്തെ നിയമപ്രകാരം, ജനാധിപത്യ നിയമപ്രകാരം, ഇവിടുത്തെ രജിസ്ട്രേഷൻ നിയമപ്രകാരം രജിസ്ട്രേഷൻ ശ്രമിച്ചപ്പോൾ കേരള ജമിയത്തുൽ ഉലമ എന്ന പേരിൽ ഒരു രജിസ്റ്റേർഡ് സംഘടന ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ആ പേര് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പം എന്ത് ചെയ്തു? അവരുണ്ടാക്കിയിരിക്കുന്ന കേരള ജമിയത്തുലമയുടെ മുമ്പിൽ ഒരു പദം ചേർത്തു മലയാളത്തിൽ, സമസ്ത. അങ്ങനെയാണ് ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഉണ്ടായത്. ഇതെന്തിനുണ്ടാക്കിയതാ?
വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും അടിസ്ഥാന പ്രമാണമായി സ്വീകരിച്ച് അതിലേക്ക് ജനങ്ങളെ ക്ഷണിച്ച് അവർ അന്ധവിശ്വാസമുക്തമായ അനാചാരമുക്തമായ ശരിയായ നവോത്ഥാന വീതിയിലേക്ക് എത്തിക്കണം എന്ന നിലയ്ക്ക് കേരള ജമിയത്ത് ഉലമ പ്രവർത്തിക്കുമ്പോൾ അത് പലരുടെയും വ്യക്തിപരമോ സാമ്പത്തികമോ ഒക്കെ ആയിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾക്ക് അത് പ്രശ്നമായി മാറും, തടസ്സമായി മാറും എന്ന് കണ്ടപ്പോൾ അതിനെ മറികടക്കാൻ ഉണ്ടാക്കിയിരിക്കുന്ന സംഗതിയാണെന്ത്? സമസ്ത കേരള ജമിയത്ത് ഉലമ എന്നാണ്. അന്ന് മുതൽ ഇന്ന് വരെയും അവർ ജനങ്ങളെ വിളിക്കുന്നത് ഖുർആനിലേക്കല്ല, പ്രവാചകാധ്യാപനങ്ങളിലേക്കല്ല. അഥവാ ഖുർആനോ പ്രവാചകാധ്യാപനങ്ങളോ ഉദ്ധരിച്ചുകൊണ്ട് അവർ വല്ലതും പറയുകയാണെങ്കിലോ പറയുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അഥവാ ഖുർആൻ എന്താ ഉദ്ദേശം അതിൻ്റെ ഓപ്പോസിറ്റേ പറയുള്ളൂ, അല്ലെങ്കിൽ അതല്ലാത്തതേ പറയുള്ളൂ. അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഞാനിവിടെ വരുമ്പോൾ കേട്ട സംസാരത്തിലും അത് ചില ഉദാഹരണങ്ങൾ പറയുകയുണ്ടായി. അങ്ങനെയാണ്. മാത്രമല്ല അവരുടെ പ്രമാണം മദ്ഹബുകളും മാലകളും മൗലിദുകളും പണ്ഡിതാഭിപ്രായങ്ങളും അങ്ങനെ പലതുമാണ്. നമ്മളീ പറയുന്നത് എല്ലാ പണ്ഡിതന്മാരുടെയും എല്ലാ ഇമാമുമാരുടെയും എല്ലാ അഭിപ്രായങ്ങളെയും പൂർണ്ണമായി തള്ളിക്കളയണമെന്നൊന്നുമല്ല. പക്ഷേ എത്ര വലിയ പണ്ഡിതന്മാരാണെങ്കിലും വഹി, അള്ളാഹുവിൻ്റെ ദിവ്യ സന്ദേശം ഒരു മനുഷ്യരിലേക്ക് എത്തുക എന്നുള്ള സംഗതി അത് 1400 വർഷങ്ങൾക്കപ്പുറത്ത് അവസാനിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്നതോടുകൂടി മനുഷ്യരിലേക്ക് ദൈവിക സന്ദേശങ്ങൾ നേരിട്ട് വരിക എന്നുള്ള സംഗതി അവസാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുശേഷം വരുന്ന ഏത് മനുഷ്യനും ആരാവട്ടെ അവരുടെ വാക്കുകളിലും പ്രവൃത്തികളിലും ഒക്കെ കൊള്ളാവുന്ന സ്വീകരിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാമെങ്കിലും തള്ളേണ്ടതും ഉണ്ടാകും, കൊള്ളാൻ പറ്റാത്തതുണ്ടാകും. ഇത് മഹാനായിരിക്കുന്ന ഇമാം ഗസാലി തൻ്റെ അൽ മുസ്തസ്ഫ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശദമായി തന്നെ. അദ്ദേഹം പ്രമാണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യമാണ്. സ്വഹാബികളുടെ വാക്കുകൾ ഒരു പ്രമാണമാണോ എന്ന വിഷയത്തിൽ തർക്കങ്ങളുണ്ട്. ആ തർക്കങ്ങൾ അദ്ദേഹം 4ആയി തിരിച്ചു. ഒന്ന്, ഒരഭിപ്രായം ഒരു സ്വഹാബിയുടെ വാക്ക് നിരുപാധികം പ്രമാണമാണ്, അതൊരഭിപ്രായമാണ്. 2, ഒരു സ്വഹാബിയുടെ വാക്ക് ഖിയാസിനെതിരാണെങ്കിൽ അത് പ്രമാണമാണ്, അതൊരഭിപ്രായമാണ്. 3, രണ്ട് സ്വഹാബിമാർ, ആരാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഈ 2 പ്രമുഖരായിരിക്കുന്ന ഖലീഫമാരുടെ അഭിപ്രായങ്ങൾ അത് പ്രമാണമാണ്, അതും ഒരു അഭിപ്രായമാണ്. 4-മത്തേത് 4 ഖലീഫമാർ ഏകോപിച്ചൊരു വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞാൽ അത് പ്രമാണമാണ്, അതും ഒരു അഭിപ്രായമാണ്. ഈ 4 അഭിപ്രായങ്ങളെ കുറിച്ച് ഒറ്റ വാചക പറഞ്ഞ്, എന്താ വാചകം? വൽ കുല്ലു ബാതിലുൻ ഇൻദനാ. ഈ പറഞ്ഞ 4 അഭിപ്രായങ്ങളും ബാത്തിലാണ്, ദുർബലമാണ്, നിഷ്ഫലമാണ്, തള്ളിക്കളയേണ്ടതാണ്. കാരണം പറഞ്ഞു അദ്ദേഹം. എന്താ കാരണം? ഇവരൊക്കെ പ്രവാചകരെന്ന് മതം പഠിച്ചിട്ടുണ്ട് എങ്കിലും സ്വഹാബികളാണ് എങ്കിലും അവർക്ക് വഹയില്ല, അവർക്ക് വഹയി ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മാനുഷികമായ പോരായ്മകളും അബദ്ധങ്ങളും ഒക്കെ അവർക്കും സംഭവിക്കാം. അതുകൊണ്ടാണ് പിൽക്കാലത്ത് മുസ്ലിം സമൂഹത്തിൽ നേർക്ക് നേരെ ഉണ്ടായിരിക്കുന്ന 2 ചേരിതിരിവുകളിൽ ഒരു ചേരിയുടെ പേര് തന്നെ എന്താ കൊടുത്തത്? അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്നാണ്. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്നാണ് എന്താ? ഒന്ന്, പ്രവാചക ചര്യ അനുസരിച്ച് ജീവിക്കുക, സുന്നത്തതാണ്. 2-മത്തെ എന്താ? മത്തഫഖ അലൈഹി അസ്ഹാബു റസൂലില്ലാ. ഒന്ന് നബിചര്യ തന്നെ കൃത്യമായിട്ട്. പിന്നെ സ്വഹാബികൾ, അള്ളാഹുവിൻ്റെ പ്രവാചക ദീൻ പഠിച്ചിരിക്കുന്ന മുഴുവൻ സ്വഹാബികളും ഒരു വിഷയത്തിൽ ഏകോപിച്ച് ഇജ്മാ ഉണ്ടായാൽ അത് സ്വീകരിക്കാൻ അതിൽ പ്രത്യക്ഷമില്ല. അതെന്താ? ആ റസൂലിൻ്റെ പിന്നെ വാക്കിൻ്റെ പിൻബലുള്ള കഥയാണ്. ലാ തജ്തമി ഉമ്മത്തി അലൽ ദലാല. എൻ്റെ ഉമ്മത്ത് ഒന്നായിട്ട് ദലാലത്തിൽ ഒരുമിച്ച് കൂടില്ല എന്നാണ്. അതുകൊണ്ടാണ് ഇജ്മാ നമ്മൾ സ്വീകരിക്കുന്നത്. സ്വഹാബികളുടേതാണെങ്കിൽ പോലും അവരുടെ ഇജ്മാ ഉണ്ടാവണം. ഒരാളുടെ, 2 ആളുടെ, 4 ആളുടെ, 10 ആളുടെ അഭിപ്രായങ്ങൾ പ്രമാണമാവില്ല. അങ്ങനെ ഈ സമൂഹത്തെ അങ്ങനെ വളർത്തിക്കൊണ്ടുവരാണ് ഒരുപാട് ആളുകൾ. വിമർശനങ്ങളും എതിർപ്പുകളും പല പല പ്രശ്നങ്ങളും ഈ കുട്ടിച്ചറയിലും അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളെ സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടി വാദപ്രതിവാദങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടല്ലോ, ഉണ്ട്. ദിവസങ്ങളോളം നീണ്ടുതിരിക്കുന്ന സംവാദ പരമ്പരകൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും അവയൊക്കെ മറികടന്നുകൊണ്ട് ഒരുപാട് മനുഷ്യരുടെ മനസ്സിലേക്ക് വെളിച്ചം കൊടുത്തു വിശുദ്ധ ഖുർആനിൻ്റെ പ്രവാചക ചര്യയുടെ. ആ വെളിച്ചത്തിലൂടെ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങളെ കുടിയൊഴിച്ചു. അതിൽ കുടിയൊഴിക്കപ്പെട്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്,
മണ്ണിനടിയിൽ കിടക്കുന്ന ഒരു മഹാനെയും നമ്മൾ ഭയപ്പെടേണ്ടതില്ല, അവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കേണ്ടതുമില്ല. എന്നാ കാരണം? അവരെ ഭയപ്പെടുകയാണെങ്കിലും പ്രതീക്ഷിക്കുകയാണെങ്കിലും അതൊക്കെ അദൃശ്യമായ മാർഗമാണ്. അദൃശ്യമായ മാർഗത്തിലൂടെ അങ്ങനെ പ്രതീക്ഷിക്കാൻ നിന്നാൽ അത് നമ്മുടെ തൗഹീദിന് കളങ്കം വരുത്തും. അതുകൊണ്ട് മണ്ണിനടിയിൽ കിടക്കുന്ന മഹാന്മാരെ, അവർ മഹാന്മാരാവട്ടെ അല്ലാത്തവരാവട്ടെ, അവരെ ഭയപ്പെടുകയോ അവരിൽ നിന്ന് വല്ലതും പ്രതീക്ഷിക്കുകയോ വേണ്ടതില്ല. 2, ഇതേ മണ്ണിൽ കുഴിച്ചിട്ടതും കുഴിച്ചിടാത്തതുമായിരിക്കുന്ന തകിടുകളുണ്ടാവും, ഏലസുകളുണ്ടാവും, വൈക്കലുകളുണ്ടാവും, അങ്ങനെയുള്ള പല ഐറ്റംസ് ഉണ്ട്. മാരണം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പല വസ്തുക്കളൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ഒരു വസ്തുവിനെയും ഭയപ്പെടേണ്ടതില്ല, അവയെ പ്രതീക്ഷർപ്പിക്കേണ്ടതില്ല. എന്താ കാരണം? അതിൽ നിന്നും എന്തെങ്കിലും ഭയപ്പെടുകയോ പ്രതീക്ഷർപ്പിക്കുകയാണെങ്കിൽ അത് അദൃശ്യമായ മാർഗത്തിലൂടെയാണ്. നമുക്കറിയില്ല, ഒരാൾ ഒരു കോഴിമുട്ട വാങ്ങിയിട്ട് അതിൻ്റെ പുറത്ത് 4 കള്ളി വരച്ച് ചില അക്ഷരങ്ങളൊക്കെ എഴുതി ചില മന്ത്രങ്ങളൊക്കെ ജപിച്ച് ഏതെങ്കിലും ഒരു മുക്കിലോ മൂലയിലോ കൊണ്ടുപോയിട്ടാൽ അതുമൂലം എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാകുമെന്നുള്ള വിശ്വസിക്കുന്നുവെങ്കിൽ ആ ഉപദ്രവം ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് പറയാൻ അയാൾക്ക് കഴിയില്ല, അത് ചെയ്തോനും കഴിയില്ല, അത് അങ്ങനെ ഉണ്ടാവുമെന്ന് വാദിക്കുന്നവനും കഴിയില്ല. ഒരു പരീക്ഷണം കൊണ്ടോ ഗവേഷണം കൊണ്ടോ അന്വേഷണം കൊണ്ടോ ഒന്നും അങ്ങനെ സംഗതി കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് അതിലൂടെ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെല്ലാം അദൃശ്യമാണ്. അങ്ങനെ പ്രതീക്ഷിക്കുമ്പോൾ അത് അള്ളാഹു തന്നെ ഉണ്ടാകാവൂ. കാരണം അള്ളാഹ്ക്ക് മാത്രമേ അങ്ങനെ പറ്റൂ. സ്വാഭാവികമായി ഇടക്കാലത്ത് ഉയർന്നു വന്നൊരു ചോദ്യമാണെന്ത്? നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചുകൊണ്ട് പല തിന്മകളും ചെയ്യാൻ, അഥവാ അദൃശ്യമായി നമ്മളെ ഉപദ്രവിക്കാൻ പിശാചിന് കഴിയില്ലേ എന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ അറിയോ? ഏത് സൃഷ്ടിയാണെങ്കിലും ഏത് ജീവിയാണെങ്കിലും അതിന് പടച്ച റബ്ബ് ഏതു കാര്യത്തിനാണോ സ്വാതന്ത്ര്യം കൊടുത്തത് ആ കാര്യം ചെയ്യാൻ പറ്റും. അല്ല സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്ന കാര്യം അത് അത്ര ആലോചിച്ചാൽ മതി. അത് മലക്കുകളാണെങ്കിലും ജിന്നുകളാണെങ്കിലും മനുഷ്യരാണെങ്കിലും ഒക്കെ അള്ളാഹു സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പം ഏതുപോലെ നമുക്ക് നമ്മുടെ കയ്യിന് കരുത്തുണ്ട്. ഈ കരുത്ത് നമുക്ക് പല സ്ഥലത്ത് ഉപയോഗിക്കാൻ കഴിയും. അതിനുള്ള ഇവിടുത്തെ സ്വാതന്ത്ര്യം ഉണ്ട്. ഒരാൾ അടിക്കാനൊക്കെ പറ്റും, ഇടിക്കാൻ പറ്റും, വെട്ടാൻ പറ്റും. എന്നാൽ ഒരുപക്ഷെ ഈ കഴിവൊക്കെ തന്നെ ഒരു ജിന്നിനും ഉണ്ടാവാം. പക്ഷേ ആ ജിന്നിൻ്റെ കഴിവ് ഉപയോഗിച്ചിട്ട് ഒരു മനുഷ്യനെ വെട്ടാൻ സ്വാതന്ത്ര്യം കൊടുത്തനോ? ഒരു മനുഷ്യനെ തട്ടാൻ സ്വാതന്ത്ര്യം കൊടുത്തനോ? ഒരു മനുഷ്യൻ്റെ കയ്യോ കാലം മുറിക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ കൊടുത്തിരുന്നുവെങ്കിൽ ആ ജിന്നുവർഗത്തിലെ പിശാചുക്കളെങ്കിലും ഒരൊറ്റ മനുഷ്യനെയും പള്ളിയിലേക്ക് വിടില്ല. നമസ്കരിക്കാൻ പോകുന്ന ആൾക്കാരെ കാലിന് വള്ളിച്ചിട്ട് തള്ളിയിടും. അല്ലേ? അങ്ങനെ വല്ല അനുഭവം ആർക്കെങ്കിലുണ്ടോ? അതുമാത്രമല്ല, കമ്പ്ലീറ്റ് നശിപ്പിക്കൂലേ, തകർക്കൂലേ? കാരണം പിശാചിന് ഏറ്റവും വെറുപ്പാരോടാ? ഏകദൈവാരാധന സ്വീകരിക്കുന്ന, തൗഹീദ് ഉൾക്കൊള്ളുന്ന, വിശുദ്ധ ഖുർആനും പ്രവാചക അധ്യാപനങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന അവരുടെ വിയോജിപ്പ്, വെറുപ്പ്. അതുകൊണ്ട് അവരെ പൂർണ്ണമായി നശിപ്പിക്കുവാനും തകർക്കുവാനും അവന് 1 മിനിറ്റ് കാത്തിരിക്കില്ല. പക്ഷേ ആ പിശാച് തന്നെ പരലോകത്ത് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? എനിക്ക് നിങ്ങളുടെ മേൽ ഒരു അധികാരം ഉണ്ടായിരുന്നില്ല, എനിക്ക് നിങ്ങളുടെ മേൽ ഒരു അധികാരം ഉണ്ടായിരുന്നില്ല. നിങ്ങളെ ഞാൻ വിചാരിക്കും ചില വഴികളിലേക്ക് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നു. അത് ഞാൻ വിളിച്ചു, നിങ്ങളാ വിളി കേട്ടു, നിങ്ങൾ എൻ്റെ പിന്നാലെ പോന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ നിങ്ങളെ കൈയൊഴിയുന്നു. അപ്പോൾ പിശാചിന് എത്ര പറ്റുള്ളൂ? എനിക്ക് നിങ്ങളിൽ ഒരു അധികാരമല്ല. പരമാവധി എന്താ ഉള്ളൂ? അല്ല എനിക്ക് സ്വാതന്ത്ര്യം തന്ന കാര്യം എന്താ? നിങ്ങളെ തിന്മയിലേക്ക് ക്ഷണിക്കാൻ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യം അവിടെ കൊടുക്കുമ്പോൾ തന്നെ അല്ല നമ്മോട് പറഞ്ഞ എന്താ? നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വഴിയുണ്ട്. എന്താ? അല്ലാണ്ട് പ്രാർത്ഥിക്കുക, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നതൊരു പ്രാർത്ഥന കൂടിയാണല്ലോ. ആ പ്രാർത്ഥന നിർവഹിക്കുക, അതല്ലാത്ത വേറെ കുറുക്കു വഴികളോ ഇതിനില്ല. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെ ഇതിനപ്പുറത്ത് ഒരു മാരണക്കാരനോ മാരണം ചെയ്യാൻ ഉപയോഗിക്കുന്ന വസ്തുവിനോ മരിച്ചുപോയ മഹാത്മാക്കൾക്കോ അദൃശ്യമായി നമ്മളെ സഹായിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കണമെങ്കിൽ അവർക്കതിനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു കൊടുത്തിരിക്കുന്നു എന്ന് സമർത്ഥിക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ എന്താ? അവർക്കങ്ങനെ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനെ പ്രതീക്ഷിക്കുന്നത് അത് ഷിർക്കിൻ്റെ പട്ടികയിലാണ് വരിക. അതുകൊണ്ടാണ് മാരണം ബാധിക്കും എന്ന് വിശ്വസിച്ചാൽ പോലും ഷിർക്കാവെന്ന് പറഞ്ഞത്. ചെയ്യൽ എന്താണ്? ഷിർക്കാണ്. സിഹിർ ചെയ്യൽ ഷിർക്കാണ്. സിഹിർ പഠിപ്പിക്കൽ കുഫ്റാണ്, കാഫിറായി പോകുന്ന പണിയാണ്. അതുകൊണ്ടാണ് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സിഹിർ പഠിപ്പിക്കുന്ന പണി ചെയ്യാതിരുന്നത്.
അതൊക്കെ ശൈത്താന്മാരുടെ പരിപാടിയാണ്. അപ്പോൾ അത് ചെയ്യൽ ശിർക്കാണ്, പഠിപ്പിക്കൽ കുഫറുമാണ്. എന്നാൽ അങ്ങനെ ചെയ്താൽ ശിർക്ക് പരമായ കുഫർ പരമായിരിക്കുന്നൊരു കാര്യം ചെയ്താൽ അതിനൊരു പ്രതിഫലനം ഉണ്ടാകുമെന്ന് വിശ്വസിക്കണമെങ്കിൽ എന്ത് വേണം? അദൃശ്യമായ മാർഗത്തിലൂടെ നമ്മളെ ഉപദ്രവിക്കാനോ സഹായിക്കാനോ ഒക്കെ അള്ളാഹു അല്ലാത്ത വേറെ ആർക്കൊക്കെയോ സാധിക്കും എന്നുകൂടി വിശ്വസിക്കണം. ആ വിശ്വാസം പച്ച ശിർക്കാണ് എന്ന കാര്യത്തിൽ ഒരഭിപ്രായ വ്യത്യാസമില്ല. ഇതാണ് വിഷയം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള ശരിയായ തൗഹീദിലേക്ക്, അനാവശ്യമായ ഭയപ്പാടില്ലാതെ ആശങ്കയില്ലാതെ നിർഭയരായി ജീവിക്കാൻ സാധിക്കുന്ന ഏകദൈവ ആരാധനയുടെ രാജപാതയിലേക്ക് മുസ്ലിം സമൂഹത്തെ വഴി നടത്തുവാനാണ് കേരളീയ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം ശ്രമിച്ചത്. ഏതാണ്ടൊരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ഒരുപാട് പോസിറ്റീവ് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടെങ്കിലും ആളുകൾക്ക് അനുഭവിച്ചിട്ടുണ്ടെങ്കിലും നെഗറ്റീവ്സും ഇല്ല എന്ന് പറഞ്ഞുകൂടാ. കാരണം എന്താ? ഈ പറഞ്ഞ പോലെ തന്നെ അവസാനത്തിൽ വന്ന നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലത്ത് ഏറ്റവും അവസാനം ഇസ്ലാമിലേക്ക് വന്ന അവരിലാണല്ലോ നേർക്ക് നേരെ പച്ചക്ക് ശിർക്ക് കുടിയേറിയത്, അല്ലേ? പ്രവാചകത്തിന്മേൽ അവരെ തിരുത്തേണ്ടി വന്നത്. എന്ന പോലെ തന്നെ ഈ പ്രസ്ഥാനത്തിൻ്റെ അവസാനത്തെ മെമ്പർമാരായി കടന്നു വന്നിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പുതിയ ടീം, അതിന് ടീനേജേഴ്സ് എന്നാണോ പറയേണ്ടത്, ന്യൂജൻ എന്നാണോ പറയേണ്ടത് എനിക്കറിയില്ല. പക്ഷേ താരതമ്യം അങ്ങോട്ട് വെക്കാം. അന്ന് അവർ വാള് കൊളുത്തുവാൻ മരം ചോദിച്ചതുപോലെ ഇന്ന് ഇവർ സമാനമായിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കുകയും ചിലതങ്ങനെ വിശ്വസിപ്പിക്കുകയും അതിനുവേണ്ടി പുതിയ വാദങ്ങൾ ഉന്നയിക്കുകയും അതിന് പ്രമാണങ്ങളെ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വ്യാഖ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ സമസ്തയിലെ ഈ വിഭാഗവും പ്രത്യക്ഷത്തിൽ 2 വിഭാഗമാണല്ലോ, പിന്നെ കുറേ അവാന്തര വിഭാഗങ്ങളുണ്ടെന്ന് പറയുന്നു, അത് അവർ മുലേക്കുള്ളൂ. ആ 2 വിഭാഗവും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ലേബലിലേക്ക് അവസാനം കയറി വന്നിരിക്കുന്ന ടീം, വിഷ്ണു എന്നൊക്കെ പറയാം, അങ്ങനത്തെ ടീം. പിന്നെ അവർക്ക് അതിന് പാലൂട്ടി തേനൂട്ടി വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്ന ഒരു വിഭാഗമുണ്ട് കൂടെ. നേരത്തെ ആരാ? അവരുടെ മദർ കൺസേൺ എന്ന് പറഞ്ഞാൽ CD ടവർ വിഭാഗം. ഈ ടീം എല്ലാവരും യോജിക്കുന്നൊരു മേഖല ഏതാ? എല്ലാവരും കൂടി യോജിക്കുന്നൊരു മേഖല വിശുദ്ധ ഖുർആൻ, പ്രവാചകചര്യ, അതിലൂടെ ഒരു വിഷയം നമുക്ക് കൃത്യമായി വ്യക്തമായി ലഭിച്ചാലും അത് സ്വീകരിക്കണമെങ്കിൽ ഇതിനു മുമ്പേ മറ്റേതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞിരിക്കണം, അഥവാ ഏതെങ്കിലും പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളുമായി അത് പൊരുത്തപ്പെടണം, അത് യോജിക്കണം, എങ്കിൽ മാത്രമേ സ്വീകാര്യമാവൂ. ഇത് യാഥാസ്ഥികരും നവയാഥാസ്ഥികരും ഒരുപോലെ ഒരു വ്യത്യാസമില്ല. എന്നാൽ നവോത്ഥാനത്തിൻ്റെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങളുടെ ശരിയായ നയവും നിലപാടും എന്താ? ഞാൻ നേരത്തെ പറഞ്ഞാണ്, ലോകത്ത് ഏത് വലിയ പണ്ഡിതന്മാരാണെങ്കിലും എത്ര വലിയ പണ്ഡിത സഭകളാണെങ്കിലും അവരൊക്കെ തന്നെ എന്തഭിപ്രായങ്ങൾ പറഞ്ഞാലും എന്ത് ഫത്വ കൊടുത്താലും ഏത് വിഷയത്തിൽ സംസാരിച്ചാലും എഴുതിയാലും അത് വിശുദ്ധ ഖുർആനുമായോ പ്രവാചക ചര്യയുമായോ പൊരുത്തപ്പെടുമെങ്കിൽ മാത്രമേ സ്വീകരിക്കാവൂ എന്ന നിലപാടാണ് നവോത്ഥാനത്തിൻ്റെ നിലപാട്. അതാണ് മുജാഹിദ് പ്രസ്ഥാന നിലപാട്, അതാണ് ഇസ്ലാമിൻ്റെ നിലപാട്, അതാണ് ഇസ്ലാഹിൻ്റെ നിലപാട്. എന്നാൽ ഇടക്കാലത്ത് സലഫിയത്ത് എന്ന പേരിട്ടുകൊണ്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്ന ചില പ്രത്യേക ധാരകളുണ്ട്. ആ ധാരകളിലൂടെയാണ് സകലമാന അന്ധവിശ്വാസങ്ങളും 1920-കളിലൊക്കെ ഉണ്ടായിരുന്ന, പിന്നീട് നമ്മളെ പണിയെടുത്ത് ഇവിടുന്ന് അന്യം നിന്ന് പോയിരിക്കുന്ന പലതിനെയും പിടിച്ചു വലിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഈ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അത്ര നിസ്സാരമായ വിഷയമല്ല. അവിടെയാണ് പുതിയ കാലത്ത് നാം നിർവഹിക്കേണ്ട ഇസ്ലാഹിൻ്റെ പ്രസക്തി. അവിടെയാണ് ഇസ്ലാഹിൻ്റെ പ്രസക്തി. ഷിർക്കിലേക്ക് വഴുതി വീഴുന്ന, തൗഹീദ് കൈവിട്ടു പോകുന്ന, പ്രമാണങ്ങൾക്കെതിരെ കണ്ണടക്കുന്ന ആ അവസ്ഥകളിൽ നിന്ന് വീണ്ടും ഈ സമൂഹത്തെ ശരിയായ പ്രമാണങ്ങളിലേക്ക്, വിശുദ്ധ ഖുർആന്റെ വെള്ളി വെളിച്ചത്തിലേക്ക്, പ്രവാചക ചര്യയിലേക്ക്, അങ്ങനെ അന്ധവിശ്വാസമുക്തമായ അനാചാരമുക്തമായ ശരിയായ മാർഗത്തിലേക്ക് ഈ സമൂഹത്തെ നയിക്കുക എന്നതാണ് ഈ കാലത്തിൻ്റെ ഇസ്ലാഹ്. ഈ കാലം തേടുന്ന ഇസ്ലാഹ്, എക്കാലത്തും തേടിയിരിക്കുന്ന ഇസ്ലാഹ്. അതാണ് ഇവിടെ നിർവഹിക്കപ്പെടേണ്ടത്, നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇത് പറയാൻ, ഇത് ഇത്ര കൃത്യമായി വെട്ടിത്തുറന്ന് കണിശമായി പറയാൻ, പഠിപ്പിക്കാൻ
ഒരുപാട് ടീമൊന്നുമില്ല, ഒരുപാട് ആളുകളൊന്നുമില്ല, ഒരുപാട് സൗകര്യങ്ങളുമില്ല. കുറഞ്ഞ സൗകര്യങ്ങളേ ഉള്ളൂ, കുറഞ്ഞ സംവിധാനങ്ങളേ ഉള്ളൂ, കുറഞ്ഞ ആളുകളേ ഉള്ളൂ. പക്ഷേ നമുക്കെന്തില്ല, അതിൽ നമുക്കൊരാശങ്കയില്ല. ഇത് പടച്ചോണ്ട ദീനാ. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി. ബാക്കി അള്ളാഹു അതിൻ്റെ കാര്യങ്ങൾ പൂർത്തീകരിക്കും. അതിൽ നമ്മൾ വിശ്വസിക്കുന്നത്. പ്രവാചക തിരുമേനി പറഞ്ഞ പോലെ തന്നെ ബദഅൽ ഇസ്ലാം ഗരീബ ഫസയഊദു കമാ ബദഅ ഫതൂബാ ലിൽ ഗറബ. ഇസ്ലാം ഒരു അപരിചിതമായിരിക്കുന്ന അവസ്ഥയിലാണ് വന്നത്. അത് അതേ അപരിചിതത്വത്തിലേക്ക് തിരിച്ചു പോകും. ആ സമയത്ത് അപരിചിതത്വം ആക്ഷേപിക്കപ്പെടുന്ന, ആരോപിക്കപ്പെടുന്ന അവരുണ്ടല്ലോ, അവർക്ക് മംഗളം. പല വിഷയങ്ങൾ നമ്മൾ പറയുമ്പോൾ ഞങ്ങളിത് കേട്ടിട്ടില്ല, ഞങ്ങൾ തൊട്ടു മുമ്പുള്ള പൂർവികരെ കേട്ടിട്ടില്ല, ഇത് പുതിയ പുതിയ കാര്യങ്ങളാണ് എന്ന് പറയുന്നുണ്ടല്ലോ. അതാ പറഞ്ഞത്. അങ്ങനെ ആക്ഷേപിക്കപ്പെടുന്ന ആളുകൾക്ക് മംഗളം എന്നാണ് പ്രവാചക തിരുമേനി പറഞ്ഞത്. എങ്കിൽ ഇന്ന് കേരളീയ സമൂഹത്തിൽ 5 വക്ത് നമസ്കാര വേളകളിൽ തങ്ങൾ പ്രഖ്യാപിക്കുന്ന പ്രതിജ്ഞയിൽ വമാ അന മിനൽ മുശ്രിക്കീൻ എന്നും വഅന മിനൽ മുസ്ലിമീൻ എന്നും പറയുന്നത് ആത്മാർത്ഥമായി, കളങ്കമില്ലാതെ, കാപട്യമില്ലാതെ പറയാൻ കഴിയുന്നൊരു വിഭാഗം, അത് ഈ സൂചിപ്പിച്ച വിഭാഗം മാത്രമാണ്. ആരാ? വിശുദ്ധ ഖുർആനും പ്രവാചക അധ്യാപനങ്ങളും പ്രമാണമായി സ്വീകരിക്കുകയും കളങ്കമില്ലാത്ത ഏകദൈവാരാധന സ്വീകരിക്കുകയും ചെയ്യുന്നവർ മാത്രം. ആ ഒരു ടീമാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചത്. കാരണം എന്താ? വമാ അന മിനൽ മുശ്രിക്കീൻ എന്നാൽ ഞാൻ മുശ്രിക്കല്ല എന്നല്ലല്ലോ, ഞാൻ ശിർക്ക് ചെയ്യുന്നവനല്ല എന്നല്ല, അതിലൊതുകൂല. എന്നെന്താ? എൻ്റെ കൂടെ ശിർക്ക് ചെയ്യുന്നവരോ ശിർക്കൻ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നവരോ ഇല്ല. ഞാൻ ശിർക്ക് ചെയ്യുന്നവരുടെയോ ശിർക്കൻ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നവരുടെയോ കൂടെയുമല്ല. ഞാൻ നിൽക്കുന്ന പ്ലാറ്റ്ഫോം എന്താ? വഅന മിനൽ മുസ്ലിമീൻ. ശിർക്ക് ചെയ്യാത്ത, ശിർക്കൻ വിശ്വാസങ്ങളില്ലാത്ത, അങ്ങനെയുള്ള സകലമാന അന്ധവിശ്വാസങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട സുരക്ഷിതരായിരിക്കുന്ന സമൂഹം, ആ സമൂഹത്തിൻ്റെ കൂടെയാണ് ഞാനുള്ളത്. അതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം. ഇവിടെ ശിർക്കിൻ്റെ ഒരംശത്തിന് കയറി വരാൻ അവസരമില്ല. ഈ പ്ലാറ്റ്ഫോം അതിന് പറ്റില്ല. അതുകൊണ്ട് തന്നെ കറകളഞ്ഞ തൗഹീദിൻ്റെ, തെളിമയാർന്ന തനിമയാർന്ന ആദർശത്തിൻ്റെ ആ അടിത്തറയിൽ നിന്നുകൊണ്ട് ഈ സമൂഹത്തെ ഇനിയും ശരിയായ നവോത്ഥാനത്തിലേക്ക്, ഇസ്ലാഹിലേക്ക് നയിക്കുവാൻ അർഹതയുള്ള, പ്രാപ്തിയുള്ള ഒരേ ഒരു ടീം ഇവിടെ ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്ന KN മർക്കൂസ് ദേവയും അതിന് അനുബന്ധമായി പ്രവർത്തിക്കുന്ന ടീമും തന്നെയാണ് എന്നുകൂടി ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രവാചകന്മാരെല്ലാം പറഞ്ഞ കാര്യത്തിലേ ഉള്ളൂ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ് മസ്തത. സാധ്യമാകുന്നത്ര ഇസ്ലാഹ് നിർവഹിക്കുക, അത് മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ് മസ്തത വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുവിന്റെ തൗഫീഖ് വേണം. ആ തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവനിൽ ഫലമേൽപ്പിക്കുന്നു, അവനിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു. ആ നിലക്കുള്ള പ്രാർത്ഥനകളോടെ, പ്രതീക്ഷകളോടെ, ആഗ്രഹങ്ങളോടെ തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ സാധ്യമാകുന്ന വിധം നിർവഹിച്ച് മുന്നോട്ട് പോവുക എന്നത് മാത്രമാണ് ഈ ഒരു സംഘം, ഈ ഒരു കൊച്ചു സംഘം ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ബോധ്യമാകുമെങ്കിൽ അതിനോട് കൂടെ നിൽക്കുവാനും, അതിനോട് സഹകരിക്കുവാനും, അതിനു വേണ്ടി പ്രവർത്തിക്കുവാനും, അതിൻ്റെ കൂടെ നിൽക്കുവാനുമൊക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശിക്കുന്നു, ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. നമ്മിൽ നിന്ന് ഈ അടുത്ത ദിവസങ്ങൾ വിട പറഞ്ഞു പോയിരിക്കുന്ന ധാരാളം സഹോദരങ്ങളുണ്ട്. നമ്മുടെ വളരെ പ്രിയപ്പെട്ട തിരുവണ്ണൂരിലെ റഷീദ് സാഹിബ് മിനിഞ്ഞാന്ന് മരണപ്പെട്ടു, ഇന്നലെ ഇവിടെ മറവ് ചെയ്തു. അതുപോലെ തന്നെ ഇന്ന് കൊണ്ടോട്ടിയിൽ മരണപ്പെട്ട ഡോക്ടർ മൊയ്തീൻകുട്ടി സാഹിബ്, അതുപോലെ പലരും നമ്മിൽ നിന്ന് ഇടക്കാലത്ത് വിട പറഞ്ഞു പോയിട്ടുണ്ട്. എല്ലാവരുടെയും എല്ലാ പാപങ്ങളെയും അല്ലാഹുവേ നീ പുറത്തു കൊടുക്കണമേ. അവരുടെ എല്ലാം പാരത്രിക ജീവിതം ഏറ്റവും സുന്ദരമാക്കി സ്വസ്ഥതയും ശാന്തതയുമുള്ള, സമാധാനമുള്ള നല്ല ജീവിതം നൽകി അവരെയും ഞങ്ങളെയും എല്ലാം നിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി പ്രത്യേകം അനുഗ്രഹിക്കണം തമ്പുരാനെ. പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് അവർക്കെല്ലാം ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ് നൽകി അവരെല്ലാം നീ പ്രത്യേകം അനുഗ്രഹിക്കണമേ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിൽ മുദ്നിബീൻ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.